ഹായ് ഓൾ, ഫസേറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാലക്കാട് UP സ്കൂൾ സ്വിംഗ് ടീച്ചറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലാണ് ചെയ്തിരുന്നത്. അതിൻ്റെ 4ാം ഭാഗമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ്റെ ക്ലാസ്സിൽ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ 60 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സ്വിംഗ് ടീച്ചർ UP സ്കൂൾ പാലക്കാട് പാർട്ട് 4. പരസ്പര പൂരകങ്ങളായ നിറങ്ങളുടെ ഗ്രൂപ്പ് ഏത്? പരസ്പര പൂരകങ്ങളായ നിറങ്ങളുടെ ഗ്രൂപ്പ് ഏത്? അതായത് ഇത് കളർ വീലുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പരസ്പര പൂരകങ്ങൾ എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്ററി കളർ. കോംപ്ലിമെൻ്ററി കളറിൻ്റെ നിറങ്ങളുടെ ഗ്രൂപ്പ് ഏതെന്നാണ് ചോദ്യം. അതിന് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് കളർ വീലിലെ അടുത്തടുത്ത നിറങ്ങൾ, വ്യത്യസ്ത ഗ്രൂപ്പിലെ ഓരോ നിറങ്ങൾ, കളർ വീലിലെ എതിരെയുള്ള നിറങ്ങൾ, കളർ വീലിലെ പരസ്പര ബന്ധത്തിലുള്ള നിറങ്ങൾ. അപ്പോൾ നമുക്കറിയാം കോംപ്ലിമെൻ്ററി കളർ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് കളർ ഓഫ് ദ കളർ വീൽ. കളർ വീലിൻ്റെ ഓപ്പോസിറ്റ് കളറിനെയാണ് കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുന്നത്. ഇപ്പോൾ കളർ വീലിൽ എതിരെയുള്ള നിറങ്ങളാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, 2 തുള്ളി ചുവപ്പ് നിറവും 1 തുള്ളി മഞ്ഞ നിറവും ചേർന്നാൽ ഏത് നിറമാണ് ലഭിക്കുന്നത്? ഇതും കളർ വീലുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത് 2 തുള്ളി ചുവപ്പ് നിറവും 1 തുള്ളി മഞ്ഞ നിറവും മിക്സ് ആയാൽ നമുക്കറിയാം ചുവപ്പും മഞ്ഞയും ചേർത്ത് കഴിഞ്ഞാൽ 2 പ്രൈമറി കളർ ചേർത്ത് കഴിഞ്ഞാൽ സെക്കൻഡറി കളറായ ഓറഞ്ചാണ് ലഭിക്കേണ്ടത്. പക്ഷേ ഇതിൽ അളവ് പറഞ്ഞിരിക്കുന്നത് 2 തുള്ളി 2 ഡ്രോപ്സ് ചുവപ്പ് നിറവും 1 ഡ്രോപ്സ് മഞ്ഞ നിറവും ചേർത്താൽ ഏത് നിറമാണ് ലഭിക്കുന്നു എന്നതാണ് ചോദ്യം. അതിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നീല കലർന്ന പച്ച നിറം, ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറം, ഓറഞ്ച് നിറം, മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം. അതിൽ ചുവപ്പിൽ മഞ്ഞ വരുന്ന സമയത്ത് ഓറഞ്ച് ഷെയ്ഡായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറം. ടിൻറ്റ് എന്നാൽ എന്ത്? ഇതും കളറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം ടിൻറ്റ് എന്നാൽ ഒരു ബേസിക് കളറിൻ്റെ കൂടെ വൈറ്റ് ആഡ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ടിൻറ്റ് എന്ന് പറയുന്നത്. കളറിൻ്റെ കൂടെ വൈറ്റ് ചേർക്കുമ്പോൾ ലഭിക്കുന്ന കളറ്. ഇതിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് രൂപത്തിന് ഭംഗിയും ചലനവും നൽകുന്നു, ഡ്രോയിങ് അടുത്ത ഘട്ടം, കറുപ്പും വെള്ളയും കലർന്നത്, കറുപ്പും തവിട്ടും കലർന്നത്. ഇത് അതുമായി ബന്ധപ്പെട്ട ആൻസർ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂൾ കളറിലുള്ള കോമ്പിനേഷൻ ഏതാണ്? ഇതും കളർ വീലുമായും കളറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് പച്ച ചുവപ്പ് വയലറ്റ്, ഓറഞ്ച് വയലറ്റ് നീല, നീല പിങ്ക് പച്ച, വയലറ്റ് നീല ചുവപ്പ്. ഇതിലും എന്താണ് വാം കളർ, എന്താണ് കൂൾ കളർ നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് വാം ഇഫക്റ്റ് നൽകുന്ന കളറുകൾ, അതായത് റെഡ്, യെല്ലോ, ഓറഞ്ച് ഇവയൊക്കെയാണ് വാം കളറുകൾ എന്ന് പറയുന്നത്. അതേപോലെ കൂൾ കളറുകൾ എന്ന് പറയുന്നത് നമുക്ക് കൂൾ ഇഫക്റ്റ് നൽകുന്ന കളറുകൾ, അതാണ് പച്ച, നീല, വയലറ്റ് എന്നിവയൊക്കെ. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ കൂൾ കളേഴ്സിൻ്റെ കോമ്പിനേഷൻ കൊടുത്തതിൽ തെറ്റുണ്ട്. അതായത് പച്ച ചുവപ്പ് വയലറ്റ്, ഇതിൽ ചുവപ്പ് വാം കളറാണ്. അതേപോലെ ഓറഞ്ച് വയലറ്റ് നീല, അതിൽ ഓറഞ്ച് വാം കളറാണ്. നീല പിങ്ക് പച്ച, അതിൽ പിങ്ക് വാം കളർ വിഭാഗത്തിൽ പെടുന്നതാണ്. കാരണം റെഡിൽ വൈറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് പിങ്ക് ലഭിക്കുന്നത്. അപ്പോൾ റെഡ് എന്ന് പറയുന്നത് ഒരു വാം കളറാണ്. വയലറ്റ് നീല ചുവപ്പ്, അതിൽ ചുവപ്പ് വരുന്നതുകൊണ്ട് അതും വാം കളറാണ്. അപ്പോൾ എല്ലാം കൂൾ കളർ വരുന്ന ആൻസർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ഒരു കളർ വീലിൽ നേരെ പകുത്തെടുത്ത് കഴിഞ്ഞാൽ ബ്ലൂ ഷെയ്ഡ് വരുന്ന ഭാഗങ്ങളൊക്കെ കൂൾ കളേഴ്സും ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ ഷെയ്ഡ് വരുന്ന കളറുകളൊക്കെ എന്താണ്? വാം കളറുമാണ്. അപ്പോൾ കളർ വീൽ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് നേർ പകുതിയാക്കി, ബ്ലൂവിൻ്റെ ഷെയ്ഡ് വരുന്ന കളറുകളൊക്കെ നേർ പകുതിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് കൂൾ കളർ, ഏതൊക്കെ ഭാഗങ്ങളാണ് വാം കളർ എന്ന് മനസ്സിലാക്കാൻ പറ്റും. താഴെ തന്നിരിക്കുന്നവയിൽ അനലോഗസ് കളർ കോമ്പിനേഷൻ ഏതാണ്?
അനലോഗസ് കളർ സ്കീം എന്താണെന്ന് നമുക്കപ്പം അറിഞ്ഞിരിക്കണം. കളർ വീലിൽ അടുത്തടുത്ത് കിടക്കുന്ന 2 or 3 കളറുകളെയാണ് അനലോഗസ് കളർ എന്ന് പറയുന്നത്. നമ്മൾ കളർ വീൽ അല്ലെങ്കിൽ കളറിൻ്റെ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡയമെൻഷൻസ് ഓഫ് കളർ, ഹ്യൂ, വാല്യൂ, ഇൻറ്റൻസിറ്റി, അതേപോലെ കോംപ്ലിമെൻ്ററി കളർ, അനലോഗസ് കളർ, അക്രോമാറ്റിക് കളർ, അങ്ങനെ കളറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രം. അപ്പോൾ നമുക്ക് അനലോഗസ് കളർ ഏതാണെന്ന് നോക്കാം. ഇതിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ചുവപ്പ്, നീല കലർന്ന പച്ച, നീല, മഞ്ഞ, വയലറ്റ്, ഓറഞ്ച്, നീല. അപ്പം ഇതിനും ആൻസർ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കളർ വീലിൽ അടുത്തടുത്ത് കിടക്കുന്ന കളറുകൾ, ഇപ്പോൾ റെഡ്, ഓറഞ്ച്, റെഡ്, ഇത് 3 അടുത്തടുത്ത് കിടക്കുന്ന കളർ ആയതുകൊണ്ട് ഇവയെ അനലോഗസ് കളർ എന്ന് പറയാം. അതേപോലെ ഓറഞ്ച്, യെല്ലോ ഒരേ ഷെയ്ഡിൽ വരുന്ന കളറുകളായിരിക്കും തൊട്ടടുത്തടുത്ത് ഉണ്ടാവുക. അതായത് ഒരു പ്രൈമറി കളറും ഉണ്ട്, ഒരു സെക്കൻഡറി കളറും ഉണ്ട്, ഒരു ടെർഷ്യറി കളറും ഉണ്ട്. ഇവ 3 വരുമ്പോഴാണ് അനലോഗസ് കളർ ലഭിക്കുന്നത്. നമ്പർ ഓഫ് കോഴ്സ് ആൻഡ് കോഴ്സ് വെയിൽസ് പെർ സ്ക്വയർ ഇഞ്ച് ഓഫ് നിറ്റഡ് ഫാബ്രിക്കിനെ പറയുന്നത്. അതായത് ഒരു നിറ്റഡ് ഫാബ്രിക്കിൻ്റെ 1 ഇഞ്ചിലുള്ള നമ്പർ ഓഫ് കോഴ്സിനെയും വെയിൽസിനെയും എന്താണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1 ഇഞ്ചിലുള്ള നൂലുകളെ എണ്ണിയാണ് നമ്മൾ എന്താക്കുന്നത്, കൗണ്ട് കണക്കാക്കുന്നത്, തുണിയുടെ മൂല്യം കണക്കാക്കുന്നത്. നമ്മൾ ടെക്സ്റ്റൈൽ സയൻസ് തിയറിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 1 ഇഞ്ചിലുള്ള നിറ്റഡ് ഫാബ്രിക്കിൻ്റെ വെയിൽസിനെയും കോഴ്സിനെയും എന്താണ് പറയുന്നതാണ് ചോദ്യം. ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്: കൗണ്ട്, സ്റ്റിച്ച്, ഗേജ്, വെയിൽസ്. എൻ്റെ ആൻസർ വരുന്നത് കൗണ്ട്, മൂല്യം എന്നതാണ്. തുണിയുടെ മൂല്യം അല്ലെങ്കിൽ തുണിയുടെ ക്വാളിറ്റി കണക്കാക്കുന്നത് ഈ 1 ഇഞ്ചിലുള്ള ഫാബ്രിക്കിൻ്റെ ഇഴകൾ എണ്ണിയാണ്. ടീഷർട്ടിലും ഇന്നർ വിയറിലും ഉപയോഗിക്കുന്ന തുണി ഏതാണ്? ടീഷർട്ടിലും ഇന്നർ വിയറിലും ഉപയോഗിക്കുന്ന തുണി ഏതാണ്? ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് പോപ്ലിൻ, സാറ്റിൻ, സിൽക്ക്, ജേഴ്സി. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ജേഴ്സി എന്ന് പറയുന്നത് ഒരു വസ്ത്രമാണ് എങ്കിലും നിറ്റഡ് ഫാബ്രിക്കാണ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം പോപ്ലിനും സാറ്റിനും സിൽക്കും ഒന്നും ടീഷർട്ടിനും ഇന്നർ വെയറിനും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിറ്റഡ് ഫാബ്രിക്കായ ജേഴ്സിയാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ഏത് തരം നിറ്റിംഗ് ഉപയോഗിച്ചാണ് ട്യൂബുലർ ഫാബ്രിക് നിർമ്മിക്കുന്നത്? ട്യൂബുലർ ഫാബ്രിക് നിർമ്മിക്കുന്നത് ഏത് തരം നിറ്റിംഗ് ഉപയോഗിച്ചാണ്? അപ്പം ട്യൂബുലർ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം നിറ്റിങ്ങിൻ്റെ തുണികൾ വലിച്ചാൽ വലിയുന്ന തരത്തിലുള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ അതിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് വാർപ്പ് നിറ്റിംഗ്, വെഫ്റ്റ് നിറ്റിംഗ്, റിബ് നിറ്റ്സ്, ജേഴ്സ് നിറ്റ്സ്. ട്യൂബുലർ ഫാബ്രിക്കിൽ നിർമ്മിക്കുന്നത് വെഫ്റ്റ് നിറ്റിംഗ് ആണ്. വെഫ്റ്റ്, അതായത് ട്യൂബുലർ ഫോമുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് നിറ്റഡ് മെറ്റീരിയലാണ്. നീഡിൽ ലൂപ്സിനെ വീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിന് എന്താണ് പറയുക? നീഡിൽ ലൂപ്സിനെ വീതിയിൽ അവിടെ അറേഞ്ച് എന്നാണ് വേണ്ടത്. അറേഞ്ച് ചെയ്യുന്നതിന് എന്താണ് പറയുക? ഇതിൽ കോഴ്സ്, വെയിൽസ്, സ്റ്റിച്ച്, വാർപ്പ്. ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് കോഴ്സാണ്. നമുക്കറിയാം നിറ്റിംഗ് തുണികളിൽ കോഴ്സ് എന്താണ്, വെയിൽസ് എന്താണെന്നൊക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിറ്റഡ് സ്ട്രക്ചറിൻ്റെ ബേസിക് യൂണിറ്റ്. നിറ്റഡ് സ്ട്രക്ചറിൻ്റെ ബേസിക് യൂണിറ്റ് എന്താണെന്ന്, നിറ്റഡ് ഫാബ്രിക് നമുക്കറിയാം, അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ബേസിക് യൂണിറ്റ് എന്താണെന്നാണ് ചോദ്യം. നീഡിൽ ലൂപ്പ്. നിറ്റഡ് ഫാബ്രിക് നമുക്കറിയാം ഓരോ ലൂപ്പായിട്ടാണ് നമുക്ക് ഫാബ്രിക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വരുന്നത് ലൂപ്പാണ്. നിറ്റഡ് സ്ട്രക്ചറിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് നീഡിൽ ലൂപ്പാണ്. ഫ്ലാറ്റ് പാറ്റേൺ എന്നാൽ എന്ത്? ഫ്ലാറ്റ് പാറ്റേൺ അറിയാം, ബേസിക് പാറ്റേൺ മേക്കിങ്ങിന് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് മുൻപുണ്ടായ പാറ്റേണിൽ നിന്നും രൂപപ്പെടുത്തിയ പാറ്റേൺ, മുൻപുണ്ടായ വസ്ത്രത്തിൽ നിന്നും രൂപപ്പെടുത്തിയ പാറ്റേൺ, വ്യക്തികളുടെ അളവുകളിൽ നിന്നും രൂപപ്പെടുത്തിയ പാറ്റേൺ, ഡ്രസ് ഫോമിൽ നിന്നും രൂപപ്പെടുത്തിയ പാറ്റേൺ. ഇതിന് ആൻസർ വന്നിരിക്കുന്നത് മുൻപുണ്ടായ പാറ്റേണിൽ നിന്നും രൂപപ്പെടുത്തിയ പാറ്റേൺ, അതായത് പുതിയ പാറ്റേൺ ഉണ്ടാക്കിയതിനെയാണ് ഫ്ലാറ്റ് പാറ്റേൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ്,
ഫൈവ് പീസ് പാറ്റേൺ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ബേസിക് പാറ്റേൺ സെറ്റ്, പാറ്റേൺ സൈസ്, ഫ്ലാറ്റ് പാറ്റേൺ, പാറ്റേൺ പേപ്പർ. അപ്പോൾ പീസ് പാറ്റേൺ എന്നറിയപ്പെടുന്നത് നമ്മൾ ബേസിക്കായി ചെയ്യുന്ന പാറ്റേൺ സെറ്റിനെയാണ് പീസ് പാറ്റേൺ എന്നറിയപ്പെടുന്നത്. ഇതും പാറ്റേൺ മേക്കിംഗ് വന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ സിലബസ് എക്സ്പ്ലനേഷൻ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോ സെറ്റിൽ നിന്നും ഓരോ ഭാഗത്തു നിന്നും എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓരോ പാർട്ടിൽ നിന്നും അവർ നിശ്ചയിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഏതുതരം നിറ്റിംഗ് ഉപയോഗിച്ചാണ് ട്യൂബുലാർ എല്ലാ അപ്ഡേഷനുകൾക്കും ഉപയോഗിക്കുന്ന അടിസ്ഥാന പാറ്റേൺ ഏതാണെന്നാണ് ചോദ്യം. അതായത് നിറ്റിങ്ങിലെ ട്യൂബുലാർ അപ്ഡേഷനുകൾക്ക് ഉപയോഗിക്കുന്ന അടിസ്ഥാന പാറ്റേൺ ഏതെന്നാണ് ചോദ്യം. അപ്പം ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് സാമ്പിൾ പാറ്റേൺ, ബ്ലോക്ക് പാറ്റേൺ, ട്രേസ്ഡ് പാറ്റേൺ, വർക്കിംഗ് പാറ്റേൺ. അതായത് ക്വസ്റ്റ്യൻ നിറ്റിങ്ങിനെ കുറിച്ചിട്ടും പാറ്റേൺ ഓപ്ഷൻ വന്നിരിക്കുന്നത് പാറ്റേൺ മേക്കിങ്ങിൻ്റെ പാറ്റേണിനെ കുറിച്ചുമാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ അല്ല. അതായത് സാധാരണയായി സ്റ്റോക്കിംഗ് പാറ്റേൺ ആണ് എല്ലാത്തരം നിറ്റിങ്ങിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് പാറ്റേൺ മേക്കിങ്ങിൻ്റെ ഓപ്ഷൻ ആയതുകൊണ്ട് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ആൻസർ അല്ല കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, അടിസ്ഥാന പാറ്റേണിൻ്റെ മറ്റൊരു പേര്. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് എത്ര പേരുകളുണ്ട് ബേസിക് പാറ്റേണിനെന്ന്. അപ്പോൾ അത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് സ്ലോപ്പർ, മാർക്കർ, പാറ്റേൺ, ഡ്രാഫ്റ്റ്. കറക്റ്റ് ആൻസർ സ്ലോപ്പർ. സുഖസൗകര്യത്തിനായി പാറ്റേണുകളിലും ലൈനിലും ചേർക്കുന്ന അളവ് എന്താണ്? നമ്മുടെ സുഖസൗകര്യത്തിനായി ലൂസൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു അളവ് കൂടുതലെടുക്കുന്നു. അതിനെന്താണ് പറയുന്നത് ചോദ്യം. ഓപ്ഷൻ ടെസ്റ്റ് ഫിറ്റ്, ഫിഗർ ബാലൻസ്, ഈസ്, ഫാബ്രിക് ബാലൻസ്. ഈസ് ആണ് ആൻസർ. ഇതും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നതാണ്. നെക്സ്റ്റ്, ബയാസ് എന്നാൽ എന്ത്? നീളത്തിൽ ഗ്രെയിൻ ലൈൻ വരച്ച് കട്ട് ചെയ്യുന്നത്, ഡിഗ്രി ആംഗിളിൽ 45 ഡിഗ്രി ആംഗിളിൽ കട്ട് ചെയ്യുന്നത്, വീതിയിൽ കട്ട് ചെയ്യുന്നത്, കർവ്ഡ് ഷേപ്പിൽ കട്ട് ചെയ്യുന്നത്. ആൻസർ വന്നിരിക്കുന്നത് 45 ആംഗിൾ കട്ട് ചെയ്യുന്നതിനാണ് ബയാസ് പീസ് എന്ന് പറയുന്നത്. സീം ലൈനിൽ നിന്ന് അധികമായി എടുക്കുന്ന തുണിയെ എന്താണ് പറയുക? സീം കഴിഞ്ഞത് തയ്യൽ സ്റ്റിച്ചിങ്ങിൻ്റെ ലൈനിൽ നിന്ന് അധികമായി സീം അലവൻസ് കൂടുതൽ എടുക്കുന്നതിന്, സീം ലൈനിൽ നിന്ന് കൂടുതൽ എടുക്കുന്നതിന് എന്താണ് പറയുന്നതാണ് ഓപ്ഷൻ. സീം അലവൻസ്, റോ എഡ്ജ്, ഡാട്ട്, സെൽവെഡ്ജ്. സീം അലവൻസ്, സീമിന് കൂടുതൽ അധികമായി എടുക്കുന്നതിന് സീം അലവൻസ് എന്നാണ് പറയുന്നത്. സീം റിപ്പറിൻ്റെ ഉപയോഗം എന്താണ്? ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ടൈലറിങ് ടൂൾസ് പഠിച്ച സമയത്ത് സീം റിപ്പറിൻ്റെ ഉപയോഗം പഠിച്ചിട്ടുണ്ട്. സൂചിയിൽ നൂലിടാൻ വേണ്ടി, തുണിയിൽ അടയാളം ചെയ്യാൻ, തുന്നലുകൾ നീക്കം ചെയ്യാൻ, തുണിയെ തുന്നിച്ചേർക്കാൻ. തുന്നലുകൾ നീക്കം ചെയ്യാൻ, തയ്ച്ച സ്റ്റിച്ചുകൾ പൊട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സീം റിപ്പർ. റെക്കോർഡ് ബുക്കിൽ ഡ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഉപകരണം. റെക്കോർഡ് ബുക്കിൽ ഡ്രാഫ്റ്റിംഗ് ടൂൾസ് പഠിച്ച സംഭവമാണ്. റെക്കോർഡ് ബുക്കിൽ ഡ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ കാർഡ് സ്കെയിൽ, എൽ സ്കെയിൽ, ഗ്രേഡഡ് സ്കെയിൽ, വലിയ സ്കെയിൽ. ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് കാർഡ് സ്കെയിൽ. കാർഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ സ്കെയിലിനെയാണ് കാർഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ഡാട്ട് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഡാട്ട് എല്ലാവർക്കും അറിയാം. നമ്മൾ ഡാട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എത്ര തരം ഡാട്ട് ഉണ്ട്, ഏതിനൊക്കെയാണ് ഉപയോഗിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡാട്ട് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ. ഓപ്ഷൻ തുണികൾ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ, തുണിയുടെ അറ്റം മടക്കിയടിക്കാൻ, തുണിയിൽ ചുരുക്കിടുന്നതിന് വേണ്ടി, തുണിയെ ഷേപ്പ് ചെയ്യാൻ. ആൻസർ കൊടുത്തിരിക്കുന്നത് തുണിയെ ഷേപ്പ് ചെയ്യും. നമ്മുടെ ബോഡി സ്ട്രക്ചറിനനുസരിച്ച് ഷേപ്പ് വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഡാട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ സീയിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലും നമ്മൾ ഓരോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കോ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കോ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പം എല്ലാവർക്കും നമ്മുടെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.